സമൂഹത്തെ പരിശീലിപ്പിക്കുകയും അതിന് മുമ്പിൽ നടക്കുകയും ചെയ്ത ഉസ്താദുമാർ അവരിവിടെ വാങ്ങുമ്പോൾ തീർച്ചയായും സമൂഹം അനാഥകളാവുകയാണ്. പ്രത്യേകിച്ച് ഈ നാട് അനാഥമാവുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവർക്കും ജാതി മത ഭേദമന്യേ ഓരോരുത്തരോടും സ്നേഹത്തിൽ മാത്രം വർദ്ധിക്കുകയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരായി ജീവിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുകയും എല്ലാ വിഷയങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാന്യരായ ഉസ്താദ് ഇപ്പോ നമ്മുടെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സഹായത്തും കിട്ടുന്നതിന് വേണ്ടി കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊരു വല്ലാത്ത കടത്തമാണ്. എല്ലാവരും കിടക്കേണ്ടുന്ന കടത്തമാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഈ കടത്തം ഏറ്റവും സുഖ സന്തോഷത്തിന്റെ കടത്തമാക്കി കൊടുക്കട്ടെ. ഈ ഉസ്താദിന്റെ ജനാസ നിസ്കരിക്കാനും അതുപോലെ അനുശോചനം അറിയിക്കാനും പങ്കെടുക്കാൻ ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തവണ ജനാസ നിസ്കാരം വലിയ അങ്കണത്തിൽ വെച്ച് നടന്നു. ഇനി പരിമിതമായ സൗകര്യം ഞങ്ങളുടെ നാട്ടിൽ ചെറിയ കുറച്ച് വീടുകളുള്ള ഒരു മഹല്ലത്താണിത്. അപ്പൊ അതിനനുസരിച്ച് ഒരു ചെറിയ പള്ളിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളൊക്കെ സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നിസ്കരിക്കാം. അങ്ങനെ നിസ്കാരത്തിൽ നമുക്ക് ആരും ആഗ്രഹിച്ചു വന്നവരാരും നിരാശരായി തിരിച്ചു പോകേണ്ടതില്ല. മുകളിലും സൗകര്യമുണ്ട്, മുറ്റത്ത് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സൗകര്യത്തിന് വേണമെങ്കിൽ ട്രാഫിക് ഗതാഗതം തടസ്സപ്പെടുത്താതെ റോഡിൽ വരെ നിന്ന് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ പങ്കെടുക്കാം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് അഥവാ അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ കട്ടിപ്പാറ ടൗണിൽ വെച്ച് സംഘ കുടുംബത്തിന്റെയും അഥവാ മുസ്ലിം ജമാഅത്ത് SOS തുടങ്ങിയ സംഘ കുടുംബത്തിന്റെയും ഈ മഹല്ലത്തടക്കമുള്ള ഉസ്താദിനെ സ്നേഹിക്കുകയും ഉസ്താദിന്റെ നേതൃത്വം ആഗ്രഹിക്കുകയും ചെയ്ത പരിസര മഹല്ലുകളിലെയും ആളുകളുടെ മഹല്ല് കമ്മിറ്റികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു അനുസ്മരണവും അനുശോചനവും ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് കട്ടിപ്പാറ ടൗണിൽ വെച്ച് നടക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കും. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. മറ്റ് പ്രധാനമായി ഉണർത്താനുള്ളത് ഉസ്താദ് ഈ നാട്ടിൽ 1969 മങ്ങാട് നിന്ന് ഉസ്താദിന്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഒക്കെ ഇവിടെ കുടിയേറി പാർത്തത്. ഈ കാലത്തിനിടയിൽ ഇവിടെ ഉസ്താദ് വരുന്ന സമയത്ത് ഒരു ചെറിയ സ്നാമ്പി 10 ആൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു സ്നാമ്പി താഴ്ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് ഒഴിച്ചാൽ ഇവിടെ നീരിന്റെ യാതൊരു അടയാളങ്ങളും ഇല്ലായിരുന്നു. മുത്തലിയിൽ കട്ടിപ്പാറയായിരുന്നു ജുമാക്ക് പോയത്. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി ഈ നാട് ഒരു നാടാക്കിയെടുത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളും അതുപോലെ എന്റെ പിതാവ് അത്തിക്കോട്ടെ അഹമ്മദ് അടക്കമുള്ള ഈ നാട്ടിലെ പഴയ കാലത്തെ പ്രായമുള്ളവർ അവര് ശ്രമിച്ചു. അങ്ങനെ ഇവിടെ പള്ളിയുണ്ടായി, മദ്രസയുണ്ടായി, എല്ലാം ഉണ്ടായി, സ്ഥാപനങ്ങളുണ്ടായി. അൽഹംദുലില്ലാഹ് അത് തന്നെ മതി. ആ സ്ഥാപനത്തിൽ നിന്നും ഈ മദ്രസയിൽ നിന്നും ഖുർആൻ പഠിച്ചു പോയ, ദീൻ പഠിച്ചു പോയ വിദ്യാർത്ഥികളുടെ അവരൊറ്റ കാര്യം മതി ഉസ്താദിന്റെ കിടത്തം സന്തോഷമാകാനെന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും നാട്ടുകാരായിട്ടോ മറ്റോ ഏതെങ്കിലും ഉസ്താദ് മെമ്പറിന്റെ അടുത്ത് എഴുന്നേറ്റ് സംസാരിക്കും. വെള്ളിയാഴ്ചകളിൽ ചില പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയം പറയേണ്ടി വരുമ്പോ ഉസ്താദിനെ സംസാരിക്കും. അല്ലെങ്കിൽ ഖത്തീബോ ഞാൻ ആരെങ്കിലും സംസാരിക്കും. ഉസ്താദിന്റെ സംസാരം ചിലപ്പോൾ ഗൗരവമായിക്കൊണ്ട് തന്നെ സംസാരിക്കും. എങ്ങനെ മഹല്ലത്തെ ബാധിക്കുന്ന, ദീനിനെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗൗരവത്തോടു കൂടി തന്നെ അക്കാര്യം ഉസ്താദ് എല്ലാവരെയും ഉണർത്താറുണ്ട്. മോളിൽ സൗകര്യമുണ്ട്. അതായത് മോളിൽ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. മോളിലേക്ക് പോകാൻ പള്ളിയുടെ മോളിൽ സൗകര്യമുണ്ട്. അവിടെ ഇവിടെ ഉള്ളിലുള്ള ആൾക്കാർ കയറിയാലേ പുറത്തുള്ള ഇങ്ങോട്ട് കയറാൻ പറ്റും. അപ്പോ അങ്ങനെ എല്ലാത്തിനും നേതൃത്വം നൽകി നടക്കുമ്പോൾ ഗൗരവമേറിയ വിഷയങ്ങൾ ഇവർക്ക് ഉയർത്തുമ്പോൾ അത് ഒരു പക്ഷേ ദീനിന്റെ കാര്യമാണെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന കാര്യം, പള്ളി വളർച്ചയെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും അനർത്ഥങ്ങളാക്കെങ്കിലും നാട്ടുകാർക്ക് പുതിയ തലമുറക്കൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ദീനിനു വേണ്ടിയാണ്, നമ്മുടെ വിജയത്തിന് വേണ്ടിയാണെന്ന് മാത്രം കണക്കേണ്ടത്. അതൊക്കെ ഉസ്താദിന് വിഷമങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാടുകൾ അങ്ങനത്തെ ഇടപാടുണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ മക്കൾ അഥവാ മൂത്ത മകൻ അബ്ദുൾ റഹ്മാൻ, രണ്ടാമത്തെ മകൻ സെഹിൽ സത്താഫിയും ഉണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും അങ്ങനത്തെ ഇടപാടുകളോ മറ്റോ ഉണ്ടെങ്കിൽ
അത് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തി അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിച്ചു വാങ്ങണമെന്നും അതല്ല ഇങ്ങോട്ട് കൊടുക്കാനുള്ളത് ആരെയും വൈകിപ്പിക്കാതെ ഉസ്താദ് എല്ലാവർക്കും കട കൊടുക്കുന്നതാണ് എനിക്ക്. ഈ നാട്ടിൽ പലരും കടം വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പലരുടെ അടുത്ത് ഉസ്താദിന്റെ കാശുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ ഈ സാഹചര്യം ഞാൻ എടുത്ത് ആ ഇടപാടുകൾ എത്രയും പെട്ടെന്ന് നീട്ടി കൊടുക്കണമെന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി ആളുകൾക്ക് അറിയാമല്ലോ, ആർക്കൊട്ടാരൊക്കെയാണ് ഇതുപോലത്തെ കടത്തം ഞങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ ആളുകൾ വരണം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ പങ്കെടുക്കണം. എല്ലാ ചടങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. വ്യാഴാഴ്ച ഉച്ചക്ക് 11 മണിക്ക് ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് നടത്തും. സൗകര്യപ്പെടുന്നവരൊക്കെ അതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത് ഇന്ന് മഗ്‌രിബിന്റെ ശേഷം മർക്കസ് ഗാർഡനിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഉസ്താദിന്റെ അനുസ്മരണം ഉണ്ടായിരിക്കുന്നതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നാളെ വൈകുന്നേരത്തെ 4 മണിക്ക് കത്തിപ്പാറയിൽ നടക്കുന്ന പരിപാടിയിലും നിങ്ങൾ സാന്നിധ്യമുണ്ടാകണം. എല്ലാം ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ, ഉസ്താദിന് വേണ്ടി നമ്മുടെ സ്നേഹം പകർന്നു നൽകാനും വേണ്ടി മാത്രമാണ്. അല്ലാഹു തആല ഇതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ മഹല്ലത്ത് അനാഥമാക്കി എന്ന് ഞാൻ പറയുന്നില്ല. നേരത്തെ ഇവിടെ നടന്ന വലിയ പരിപാടിയിൽ ഉസ്താദ് അവസാനമായി പങ്കെടുത്ത് പ്രസംഗിച്ചു. കുറെ കാര്യങ്ങളിൽ വസീയത്ത് പോലെ പറഞ്ഞു. ഈ നാട് ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ ഉപദേശിച്ചു. ഇന്ന് വരെ ഇവിടെ യാതൊരു വിവേചനവും ഇല്ലാതെ അൽഹംദുലില്ലാഹ് വളരെ ഐക്യത്തിലാണ്. കഴിഞ്ഞ ഒരാൾ മരണപ്പെട്ട സമയത്ത് പുറത്ത് മഹലിൽ നിന്ന് വന്ന ഒരാൾ എന്നോട് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ മയ്യത്തിന്റെ കൂടെ നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന മഹല് അല്ലാത്തൊരു ഐക്യത്തിന്റെ മഹലാണ്, ഇവിടെ യാതൊരു വിവേചനവും ഇല്ല, പാർട്ടി പ്രശ്നമില്ല, അത് ഇപ്പോ കോൺഗ്രസോ മാർക്സിസ്റ്റോ പ്രശ്നമില്ല, സുന്നിയോ അല്ലെങ്കിൽ മറ്റേ സുന്നിയോ ആ ഒരു പ്രശ്നമില്ല, എല്ലാം ഒരു ഒരുമയാണ്. ഈ ഒരുമയിൽ നമുക്കിനി മുമ്പോട്ട് പോകണം. നിങ്ങൾ സഹകരിക്കണം. ബഹുമാന്യരായ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ വന്യരായ പ്രസിഡന്റ് ബഹുമാന്യരായ ഈ സുലൈമാൻ ഉസ്താദാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. വളരെ ദൂരനിന്ന് പ്രായം പരിഗണിക്കാതെ ഓടിയെത്തിയത് അവർ തമ്മിലുള്ള ഒരു ബന്ധമാണ്, അവർ തമ്മിലുള്ള ഒരു സ്നേഹമാണ്. അതുപോലെ അലിമികളെ സ്നേഹിക്കാൻ, ഇൽമിനെ സ്നേഹിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവർ നിസ്കരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു.